അരണ്ട വെളിച്ചമെന്ന കഥയുടെ തുടർഭാഗം. ഒരു ബാല്യക്കാരിയിൽ തന്നെ വേണോ നമുക്കൊരു കുഞ്ഞ്? കാവേരിയുടെ ഭർത്താവ് ബാലേന്ദ്രൻ ഉണ്ണിത്താൻ ചോദിച്ചു. ഉടനെ കാവേരി, ബാല്യക്കാരിയോ? കാവേരി അറിയാതെ പറഞ്ഞുപോയി. പക്ഷേ അവളുടെ അത്രയും ബുദ്ധി എനിക്കില്ല, സൗന്ദര്യവും. പഠിത്തത്തിൽ എന്നേക്കാൾ മുന്നിലായിരുന്നു എല്ലാ ക്ലാസ്സിലും. ജാതിയിലും താന്നതല്ല, നായർ തറവാട്ടിൽ ജനിച്ചതാണ്. എങ്ങനെ നോക്കിയാലും എല്ലാം കൊണ്ടും നല്ലത് അവളാണ്. അവളാകുമ്പോൾ പുറംലോകം അറിയില്ല. നമ്മളോടുള്ള നന്ദിയും കടപ്പാടും ഉള്ളതുകൊണ്ട് ആരോടും അവൾ പറയില്ല. മാത്രമല്ല എൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് അവളുടേതും. പിന്നെന്താ കുഴപ്പം? അവസാനം ഇത് ആരവതരിപ്പിക്കും? ഞാൻ അവതരിപ്പിക്കും. ഞാൻ പറഞ്ഞാൽ അവൾക്ക് എതിരഭിപ്രായമില്ല. കാവേരിയുടെ ഉറച്ച വാക്കുകൾ. എന്നെ അവൾക്ക് ശരിക്കറിയാം. ഇതെല്ലാം തന്നോട് വളരെ തൻ്റെ ഇടത്തോടെയാണ് കാവേരി തങ്കച്ചി പറഞ്ഞത്. സൗദാമിനി ഞെട്ടിപ്പോയി. കേട്ടതും അറിയാതെ സാധ്യമല്ലെന്ന് പറഞ്ഞതും ചെവിക്കലിന് അടി വീണതും ഒരുമിച്ചായിരുന്നു. തർക്കം പറയുന്നോടി? കാവേരി മുടിക്കുത്തിന് പിടിച്ചു. വേദന കൊണ്ട് സൗദാമിനി കരഞ്ഞുപോയി. തൻ്റെ ഗതികേട് ലോകത്തിൽ ആർക്കും വരരുതേ ദൈവമേ, സൗദാമിനി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മുഴുവൻ സൗദാമിനി ആലോചിച്ചു. അവസാനം അവൾ സമ്മതിക്കുവാൻ തീരുമാനിച്ചു. തന്നെ ജീവിതകാലം മുഴുവൻ ദ്രോഹിച്ചവർക്ക് ഒരിക്കലും സാധിക്കാത്തത്, തന്നെ ആശ്രയിക്കേണ്ടി വന്നതും ഒരിക്കലും മറക്കാനാവാത്ത ഒരു സമ്മാനം അവർക്ക് കൊടുക്കുവാൻ തനിക്ക് സാധിക്കുന്നതും ഒരു കണക്കിന് തനിക്ക് കിട്ടിയ ഒരവസരമായാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിന്നൊരു മോചനം ഉണ്ടാവില്ല. എന്നെക്കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊക്കെ ഓർത്ത് കിടക്കുമ്പോൾ കതകിന് കൊട്ടുന്നു. ആരാ? സൗദാമിനി ചോദിച്ചു. ഞാനാടി. നീ ഉറങ്ങിയോ? ഉറങ്ങിക്കാണുകയെന്ന് എനിക്കറിയാം. ഞാൻ വാതിൽ തുറന്നതേ. കാവേരി അകത്ത് കിടന്നു. ഒന്നും ചോദിക്കാതെ അലമാരി തുറന്ന് എൻ്റെ ഫയലെടുത്ത് അതിൽ നിന്നും എൻ്റെ സർട്ടിഫിക്കറ്റുകളും രേഖകളും എടുത്തുകൊണ്ട് വെളിയിലിറങ്ങി. അന്തം വിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇത് കയ്യിലുള്ളപ്പോൾ നിനക്ക് ധൈര്യം കൂടുമെന്ന് പറഞ്ഞ് നടന്നകന്നു. നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. താൻ ഇത്രയും കാലം നിധി പോലെ സൂക്ഷിച്ച തൻ്റെ ആകെയുള്ള സമ്പാദ്യം അതും തന്നിൽ നിന്ന് തട്ടിയെടുത്തു. എന്തു ചെയ്യാം? അടുത്ത ഭാഗവുമായി നാളെ.